ഇനി നമുക്ക് കുറച്ച് ഭരണഘടനയിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. മൗലിക അവകാശങ്ങൾ. ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് ഏത് ഭാഗത്തിലാണുള്ളത്? 3-ാം ഭാഗത്തിലാണ് ഭരണഘടനയിലുള്ളത്. ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൗലിക അവകാശങ്ങളെ പറ്റി പഠിക്കാൻ പോകണേ. അപ്പോൾ അതിനകത്ത് സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കോഡ് പഠിക്കുകയാണ്. കല്ലും കട്ടയും വിളക്കും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. അതായത് മൗലികാവകാശങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ് കടം വാങ്ങിയിരുന്നത്. ഓക്കെ, ഇനി കല്ല് കട്ട വിളക്ക് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭരണഘടനയുടെ ആണിക്കല്ല്, മൗലികാവകാശങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ് ഭരണഘടനയുടെ ആണിക്കല്ല്. അതുപോലെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട, അതാണ് നമ്മൾ കട്ട എന്ന് പറയുന്നത്. പിന്നെ വിളക്ക്, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ. ഇപ്പം കല്ലും കട്ടയും വിളക്കും, അതായത് ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന എന്തിനാ? മൗലിക അവകാശങ്ങളെയാണ്. ഇത് എവിടെ നിന്നെടുത്തു? അമേരിക്കയിൽ നിന്നെടുത്തു. ഇനി ഈ മൗലിക അവകാശങ്ങൾ ഏതൊക്കെ ആർട്ടിക്കിൾസിലാണുള്ളത്? 1, 2 മുതൽ 3, 4 അല്ല 3, 5 വരെ. 1, 2 മുതൽ 3, 5 വരെ, അതായത് 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളിലാണ് ഇതുള്ളത്. ഇനി 2-3 ആർട്ടിക്കിൾസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. 12-ാമത്തെ ആർട്ടിക്കിളിൽ തുടങ്ങുന്ന ആർട്ടിക്കിൾ ആയിരുന്നു 12 പഠിക്കാം. 12 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, സ്റ്റേറ്റിന് ഒരു നിർവചനം കൊടുക്കുകയാണ്. അതുപോലെ 17 അയിത്ത നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ആർട്ടിക്കിൾ 17 എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്ത നിർമ്മാർജ്ജനം. പിന്നെ 21A, ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ് 21A. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, 3 ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. അപ്പം പിന്നെ ഒരു കാര്യം കൂടെ, മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള അവകാശം ആർക്ക് മാത്രമുള്ളത്? പാർലമെന്റിന് മാത്രമുള്ള അവകാശമാണ്.